പൊങ്കാല ആയിരം അംഗമായി അമ്മയ്ക്കു നൽകും. കേരളത്തിലെ പ്രശസ്തമായ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹം ഇന്നലെ ആരംഭിച്ചു. മാർച്ച് 16-ാം തീയതി ആരംഭിച്ച ഉത്സവ മഹാമഹത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ കരിക്കകത്തമ്മ പുരസ്കാര വിതരണം നടന്നു. ISRO ചെയർമാനായ S. സോമനാഥനാണ് കരിക്കകത്തമ്മ പുരസ്കാരം ലഭിച്ചത്. ഉത്സവ മഹാമഹവുമായി ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും പുരസ്കാര വിതരണം നടത്തിയതും MLA ആയ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം, അദ്ദേഹം കർണാടക സംഗീതം നന്നായിട്ട് അഭ്യസിച്ചിട്ടുള്ള ഒരു സംഗീതജ്ഞനുമാണ് എന്നുള്ളതാണ്. ഇന്ന് പാടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കർണാടക സംഗീതം പഠനകാലത്ത് തന്നെ വശമാക്കിയ ഒരു സംഗീതജ്ഞൻ കൂടിയാണ് അദ്ദേഹം. പണ്ട് ജന്മനാടായിട്ടുള്ള അരൂരിലെ ക്ലാസ് മുറികളിൽ ശാസ്ത്ര കൗതുകങ്ങൾ തിരഞ്ഞ മനുഷ്യൻ ഇന്ന് ഭാരതത്തിലെ 142 കോടി ജനങ്ങളുടെയും അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റുള്ള ശാസ്ത്രയാത്രയിൽ വലിയ വിജയങ്ങളുണ്ടാകട്ടെ എന്ന് ഇവിടെ കരിക്കകത്തമ്മയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, നിങ്ങളുടെ മനസ്സും അങ്ങനെ മന്ത്രിക്കുന്നുണ്ടാകും എന്നെനിക്കറിയാം. ട്രസ്റ്റ് പ്രസിഡന്റ് T. മധുസൂദനൻ സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ M. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ആ പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹം ലോകം കണ്ടത്. വീട്ടിൽ വൈദ്യുതിയില്ലായിരുന്നു. മണ്ണ് വെളിച്ച പുസ്തകങ്ങൾ വായിച്ചു കൂട്ടി. അന്ന് സ്കൂളിൽ നടന്നാണ് പോയിരുന്നത്. ഒരിക്കൽ പോലും പാൻസ് ധരിച്ചിട്ടില്ല. പുസ്തക വായനയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത്. ഈ റോക്കറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് റോക്കറ്റ് അദ്ദേഹത്തിന് കുഞ്ഞാണെന്നാണ്. കരിക്കകം വാർഡ് കൗൺസിലർ DG കുമാർ, ട്രസ്റ്റ് ട്രഷറർ VS മണികണ്ഠൻ നായർ, ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് J. ശങ്കരദാസൻ നായർ, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി P. ശിവകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷമുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം അമ്പിളി ദേവി നിർവഹിച്ചു. 14-ാമത് കരിക്കകത്തമ്മ പുരസ്കാരം ലഭിച്ച സോമനാഥൻ മറുപടി പ്രസംഗം നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിന് കൃതജ്ഞത നൽകിയത് ട്രസ്റ്റ് സെക്രട്ടറി M. ഭാർഗവൻ നായരാണ്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങളുടെ തുടക്കമാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും ഈ പുരസ്കാര ദാന ചടങ്ങിൻ്റെയും അതിലെത്തിയിരിക്കുന്ന വേദിയിലുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ വിനീതമായ ആദരവ്. ആരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരെ പേര് വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആദ്യം തന്നെ പറയട്ടെ, ശ്രീ PS ശ്രീധരൻ പിള്ള അദ്ദേഹമാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ആണിവിടെ വരേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് വരാൻ കഴിയാതെ പോയി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഈ 2 ആഴ്ച മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ എനിക്കുണ്ടായിരുന്നു ഗോവ രാജ്ഭവനിൽ ചെല്ലാനായിട്ട്, അദ്ദേഹത്തെ കാണാനും അദ്ദേഹമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നഷ്ടബോധം അദ്ദേഹം ഇന്നിവിടെ വരാത്തത് കൊണ്ടില്ല. പക്ഷേ നഷ്ടബോധത്തിൻ്റെ എത്രയോ മടങ്ങ് സന്തോഷമാണ് ഇന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട MLA, ഈ അവാർഡ് എനിക്ക് നൽകിയതും അതിനെക്കുറിച്ച് ഏറ്റവും വളരെ നിങ്ങൾക്കെല്ലാം ഹൃദ്യമായ രീതിയിൽ എന്നെയും ഈ അവാർഡിനെയും ഈ ക്ഷേത്രത്തെയും ഈ സാംസ്കാരിക പാരമ്പര്യത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതിന് അദ്ദേഹത്തോട് ഏറ്റവും വലിയ നന്ദി പറയുന്നു.